ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ചെറിയ ചിപ്പ് ലോകത്തെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചില ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാനുണ്ടാകുന്ന കാലതാമസം കാരണം രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പൊതുസമയപരിധി നിർണ്ണയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 2 പേർക്ക് പുരസ്കാരം. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. KCLൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റാർസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പൗരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ചെന്നൈയിൽ സിറ്റി യൂണിയൻ ബാങ്കിന്റെ 120ാം വാർഷികാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ ബാങ്കിംഗ് മേഖല നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഗ്രാമ നഗര വ്യത്യാസം ലഘൂകരിക്കാൻ പൗരകേന്ദ്രീകൃതമായ പദ്ധതികൾ നടപ്പിലാക്കിയതിന് ചടങ്ങിൽ പങ്കെടുത്ത കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ രാഷ്ട്രപതി അഭിനന്ദിച്ചു. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ചെറിയ ചിപ്പ് ലോകത്തെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സെമികോൺ ഇന്ത്യ 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുമായി ചേർന്ന് സെമി കണ്ടക്ടർ മേഖലയിൽ മികച്ച ഭാവി കെട്ടിപ്പടുക്കാൻ ലോകം സന്നദ്ധമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ലോകത്തിന്റെ പുരോഗതി ത്വരിതപ്പെടുത്താൻ ചിപ്പുകൾക്ക് ശക്തിയുണ്ടെന്നും ശ്രീ നരേന്ദ്രമോദി വ്യക്തമാക്കി. ഇന്ത്യയുടെ സെമി കണ്ടക്ടർ ആവാസ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ സെമികോൺ ഇന്ത്യ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത്. രാജ്യത്ത് 5 സെമി കണ്ടക്ടർ യൂണിറ്റുകളുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ ചിപ്പ് സെമികോൺ ഇന്ത്യ വേദിയിൽ ശ്രീ വൈഷ്ണവ് പ്രധാനമന്ത്രിക്ക് സമ്മാനിച്ചു. Today, construction of 5 semiconductor units is going on at a rapid pace. Pilot line of 1 unit is completed and we just presented the first Made in India chip to Honorable Prime Minister. 2 more units will start production in a few months from now. The design of 5 more units is progressing very well. ലഖ്പതി ദീദി, ഡ്രോൺ ദീദി, ബാങ്ക് സഖി തുടങ്ങിയ സംരംഭങ്ങളിലൂടെ വനിതകളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ബീഹാർ രാജ്യ ജീവിക നിധി സഹകാരി സംഘ് ലിമിറ്റഡിന് ഓൺലൈനായി തുടക്കം കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. इससे गांव-गांव में जीविका से जुड़ी बहनों को अब और आसानी से पैसा मिलेगा, उन्हें आर्थिक मदद मिलेगी. इससे वो जो काम करती, जो व्यवसाय करती है, उसे आगे बढ़ाने में बहुत मदद मिलेगी. जीविका निधि की व्यवस्था पूरी तरह डिजिटल है. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പിന്തുണയോടെയുള്ള സംരംഭത്തിലൂടെ ജീവികയിലെ അംഗങ്ങൾക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പകൾ ലഭ്യമാകും. തന്റെ അമ്മയ്ക്കെതിരെ പ്രതിപക്ഷം നടത്തിയ അപകീർത്തികരമായ പരാമർശങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദുഃഖം രേഖപ്പെടുത്തി. രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത അമ്മയെ ലക്ഷ്യം വച്ചുള്ള പ്രതിപക്ഷ പരാമർശം രാജ്യത്തെ എല്ലാ അമ്മമാരെയും സഹോദരിമാരെയും അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. ചില ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാനുണ്ടാകുന്ന കാലതാമസം കാരണം രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പൊതുസമയപരിധി നിർണ്ണയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. രാഷ്ട്രപതിയുടെ റഫറൻസ് സംബന്ധിച്ച വാദത്തിനിടെയാണ് കോടതിയുടെ വാക്കാലുള്ള പരാമർശം. കാലതാമസം വരുന്ന കേസുകളിൽ കക്ഷികൾക്ക് കോടതിയെ സമീപിക്കാമെന്നും അതിനർത്ഥം പൊതുവായ സമയപരിധി നിർണ്ണയിക്കാൻ കഴിയുമെന്നല്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ഈ വർഷത്തെ ദേശീയ അധ്യാപക പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നുള്ള 2 അധ്യാപകർ പുരസ്കാര പട്ടികയിൽ ഇടം നേടി. തിരുവനന്തപുരം കല്ലറ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കിഷോർ കുമാർ MS, തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി സീനിയർ പ്രൊഫസറും അസോസിയേറ്റ് ഡീനുമായ മനോജ് BS എന്നിവരാണ് പുരസ്കാരം നേടിയത്. പ്രൈമറി സ്കൂളുകളോട് ചേർന്ന് അംഗൻവാടികൾ സ്ഥാപിക്കുന്നത് സംബന്ധിച്ച മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയവും സ്കൂൾ വിദ്യാഭ്യാസ സാക്ഷരതാ വകുപ്പും ചേർന്ന് നാളെ ന്യൂഡൽഹിയിൽ പുറത്തിറക്കും. വിജ്ഞാൻ ഭവനിൽ നടക്കുന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി, വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ തുടങ്ങിയവർ പങ്കെടുക്കും. സ്കൂളുകൾക്കുള്ളിലോ സമീപത്തോ അംഗൻവാടി കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളാണ് പുറത്തിറക്കുന്നത്.
ഭാരത് രാഷ്ട്രസമിതി നേതാവും തെലങ്കാന നിയമനിർമ്മാണ കൌൺസിൽ അംഗവുമായ കെ കവിതയെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. കവിതയുടെ പിതാവും പാർട്ടി അധ്യക്ഷനും മുൻ മുഖ്യമന്ത്രിയുമായ കെ ചന്ദ്രശേഖർ റാവുവിന്റേതാണ് തീരുമാനം. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ ആരോപിച്ചാണ് സസ്പെൻഷൻ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ അന്തിമ വോട്ടർ പട്ടിക സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രസിദ്ധീകരിക്കും. 29,81,310 പേരാണ് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ 5,595 പേർ പ്രവാസികളാണ്. സംസ്ഥാനത്തെ ഓണം വാരാഘോഷത്തിന് നാളെ തിരിതെളിയും. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. ഹരിതചട്ടം പൂർണ്ണമായും പാലിച്ചായിരിക്കും ഇത്തവണത്തെ ആഘോഷങ്ങൾ. വിശദാംശങ്ങളിലേക്ക്. സെപ്റ്റംബർ 3 മുതൽ 9 വരെയാണ് ഓണം വാരാഘോഷം. നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നാളെ നടക്കുന്ന ഉദ്ഘാടന ചടങ്ങിൽ തമിഴ് ചലച്ചിത്ര താരം ജയം രവി, നടനും സംവിധായകനുമായ ബേസിൽ ജോസഫ് എന്നിവർ മുഖ്യാതിഥികളാകും. തലസ്ഥാനത്തെ 33 വേദികളിലായി നടക്കുന്ന ഓണാഘോഷ പരിപാടികളിൽ 1000-ലധികം കലാകാരന്മാർ പങ്കെടുക്കും. ഗാനമേള, നാടൻ കലകൾ, വാദ്യമേളകൾ, ശാസ്ത്രീയ സംഗീതം, കഥാപ്രസംഗം, നാടകം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറും. വാരാഘോഷത്തിന്റെ ഭാഗമായി വ്യാപാരമേളകളും ഭക്ഷ്യമേളകളും വിവിധ മത്സരങ്ങളും സംഘടിപ്പിക്കുന്നുണ്ട്. പൊതുജനങ്ങൾക്ക് രാത്രി 12 മണിവരെ ദീപാലങ്കാരം കാണാനുള്ള അവസരമുണ്ടാകും. സെപ്റ്റംബർ 9 നടക്കുന്ന ഘോഷയാത്രയോടെ ഓണം വാരാഘോഷത്തിന് സമാപനമാകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നാളെ കൊല്ലം ജില്ലയിലെത്തും. വൈകിട്ട് ഓച്ചിറ, ശാസ്താംകോട്ട റെയിൽവേ സ്റ്റേഷനുകളിൽ നടക്കുന്ന ട്രെയിൻ ഫ്ളാഗ് ഓഫ് പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കും. US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. പുരുഷ സിംഗിൾസിൽ ലോക 2ാം നമ്പർ താരം സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസ് ചെക്ക് താരം ജിൻ ലഹിച്ചയെ നേരിടും. നാളെ നടക്കുന്ന മത്സരത്തിൽ നൊവാക് ജോക്കോവിച്ച് ടെയ്ലർ ഫ്രിറ്റ്സിനെയും നേരിടും. KCLൽ കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 3 വിക്കറ്റ് ജയം. കാലിക്കറ്റ് ഉയർത്തിയ 166 റൺ വിജയലക്ഷ്യം പിന്തുടർന്നിറങ്ങിയ കൊച്ചി 3 വിക്കറ്റ് നഷ്ടത്തിൽ 3 പന്ത് ബാക്കി നിൽക്കെ ജയം സ്വന്തമാക്കി. ഓസ്ട്രേലിയൻ ഫാസ്റ്റ് ബൌളർ മിച്ചൽ സ്റ്റാർക്ക് അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ടെസ്റ്റ്, ഏകദിന മത്സരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ തീരുമാനമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. 65 അന്താരാഷ്ട്ര T20 മത്സരങ്ങളിൽ നിന്നായി 79 വിക്കറ്റ് മിച്ചൽ സ്റ്റാർക്ക് നേടിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ കടമത്ത് സർക്കാർ കോളേജിൽ നിന്നുള്ള 57 വിദ്യാർത്ഥികളുടെ ഇന്റേൺഷിപ്പ് പൂർത്തീകരണ ചടങ്ങ് നാളെ എറണാകുളത്ത് നടക്കും. യുവജനങ്ങൾക്ക് ഇന്റേൺഷിപ്പ് അവസരങ്ങൾ നൽകാനുള്ള പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു 45 ദിവസത്തെ പരിശീലനം. ഉത്തരാഖണ്ഡ്, ജമ്മു കശ്മീർ എന്നിവിടങ്ങളിൽ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പഞ്ചാബിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അതേസമയം ഒഡീഷ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിലും മഴ ശക്തി പ്രാപിക്കും. മോശം കാലാവസ്ഥയെ തുടർന്ന് ജമ്മുകശ്മീരിലെ മാതാ വൈഷ്ണോ ദേവി ക്ഷേത്രത്തിലേക്കുള്ള തീർത്ഥാടനം തുടർച്ചയായ 8ാം ദിവസവും തടസ്സപ്പെട്ടു. കേരളത്തിൽ നാളെ മുതൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നു മുതൽ മറ്റന്നാൾ വരെയും കേരള തീരത്ത് നാളെയും മറ്റന്നാളും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. UAEയിലെ ഇന്ത്യൻ അംബാസഡറായി ദീപക് മിത്തലിനെ വിദേശകാര്യ മന്ത്രാലയം നിയമിച്ചു. 1998 ബാച്ച് ഇന്ത്യൻ ഫോറിൻ സർവീസ് ഉദ്യോഗസ്ഥനാണ് ശ്രീ മിത്തൽ. നിലവിലെ അംബാസഡർ സഞ്ജയ് സുധീറിന്റെ പിൻഗാമിയായാണ് അദ്ദേഹം നിയമിതനാകുന്നത്. ശ്രീലങ്കയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ ഇന്ത്യക്കാർ മുന്നിലെന്ന റിപ്പോർട്ട്. ശ്രീലങ്ക ടൂറിസം വികസന അതോറിറ്റിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസത്തിൽ ശ്രീലങ്ക സന്ദർശിച്ച 1,98,000-ലധികം വിനോദസഞ്ചാരികളിൽ 46,473 പേർ ഇന്ത്യക്കാരാണ്. പോഷകാഹാരക്കുറവ് മൂലം ഓഗസ്റ്റ് മാസത്തിൽ മാത്രം 15 കുട്ടികൾ ഉൾപ്പെടെ 185 പേർ മരിച്ചതായി ഗാസ ആരോഗ്യ മന്ത്രാലയം. ഇതോടെ ഗാസയിലെ പട്ടിണി മരണങ്ങളുടെ എണ്ണം 361ആയി. ഗാസയിൽ 5 വയസ്സിന് താഴെയുള്ള 43,000 കുട്ടികളും 55,000-ലധികം ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും പോഷകാഹാരക്കുറവ് മൂലമുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്ന് അധികൃതർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സർക്കാരിന്റെ വിവിധ പദ്ധതികൾ പൌരന്മാരെ സാമ്പത്തികമായി ശാക്തീകരിക്കുന്നതായി രാഷ്ട്രപതി ദ്രൗപദി മുർമു. ഇന്ത്യ നിർമ്മിച്ച ഏറ്റവും ചെറിയ ചിപ്പ് ലോകത്തെ ഏറ്റവും വലിയ മാറ്റത്തിന് കാരണമാകുന്ന ദിവസം വിദൂരമല്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ചില ബില്ലുകളിന്മേൽ തീരുമാനമെടുക്കാനുണ്ടാകുന്ന കാലതാമസം കാരണം രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും പൊതുസമയപരിധി നിർണ്ണയിക്കാനാകില്ലെന്ന് സുപ്രീംകോടതി. ഈ വർഷത്തെ ദേശീയ അധ്യാപക അവാർഡുകൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്ന് 2 പേർക്ക് പുരസ്കാരം. കേരളത്തിൽ ഓണം വാരാഘോഷത്തിന് നാളെ തിരിതെളിയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും.
US ഓപ്പൺ ടെന്നീസ് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. KCLൽ കാലിക്കറ്റ് ഗ്ലോബ്സ്റ്റേഴ്സിനെതിരെ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിന് 3 വിക്കറ്റ് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.